കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ വിദ്യാർത്ഥി സമരം 5 ദിവസം പിന്നിട്ടു. ഹോസ്റ്റൽ ചുമതലയുള്ള അധ്യാപിക മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് സമരം. സ്വഭാവദൂഷ്യം ആരോപിച്ച് അപമാനിച്ചതായി പെൺകുട്ടികൾ പറയുന്നു. അന്വേഷണത്തിനായി സമിതിയെ നിയോഗിച്ചെന്നാണ് കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്നും പ്രിൻസിപ്പൽ പറയുന്നു. വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പ്രതികരണം: ഞങ്ങളിപ്പോൾ 5 ദിവസമായി ഇവിടെ ഒരു സമരം കൊണ്ട് നിൽക്കുക. അതിനൊരു നടപടി ഇതുവരെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പളുടെ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. പ്ലേസ് കളി കഴിഞ്ഞ് വരാൻ നേരത്ത് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ RTI മിസ്സിനോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഇത്ര സമയമാവും മിസ്സ് എത്താൻ, ഹോസ്റ്റലിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. മിസ്സ് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് കയറാൻ പറ്റത്തില്ല, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോന്നാണ് അപ്പോൾ മിസ്സ് വിളിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രാവിലെ ആയപ്പോഴാണ് ഹോസ്റ്റലിൽ കയറിയത്. ഇതേപോലെ പല കുട്ടികളും വീട്ടിൽ നിന്ന് ലേറ്റായിട്ട് വരുമ്പോഴത്തേന് ഇവിടെ കയറ്റാതെ പിള്ളേർ 5 മണിക്ക് ഒരു കുട്ടി വന്ന് ഹോസ്റ്റലിൻ്റെ വാതിക്കൽ നിന്നിട്ട് തിരിച്ചു പോക്കോളാൻ പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട്. ട്രെയിൻ കയറി പാതിയായി, മിസ്സേ ട്രെയിൻ ലേറ്റാണ്. വീട്ടുകാർ പറയുന്നു മിസ്സേ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുക, എന്നാലും അവർ ഇതിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അവരെ ശകാരിച്ച് അവരെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നോളം പറഞ്ഞു. ഓക്കെ, ഒന്നും വേണ്ട, പിള്ളേർ വന്ന് കിടന്ന് ഉറങ്ങി. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി ആരും ഉത്തരവാദിത്വം പറയും. പിന്നീട് പ്രിൻസിപ്പലിൻ്റെ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് ഫയർ ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ സ്റ്റുഡൻസ്, ഇവിടുത്തെ അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവിടെ ഇരുന്ന് ഞാൻ കരയുമായിരുന്നു. പ്രിൻസിപ്പൾ ഇതുവരെ ഞങ്ങളുടെ പരാതി ഒന്ന് കേട്ടിട്ട് ഇതിനുള്ള ഉചിതമായ മറുപടി ഞങ്ങൾക്ക് തരാത്തതിലാണ് ഞങ്ങൾ സമരം ഇരുന്നത്. 8 മണിക്ക് ഹോസ്റ്റലിൽ കയറണം എന്നുള്ള റൂൾ ഉള്ളതുകൊണ്ട് മാത്രം ആ കുട്ടി ആ കൈ ഒടിഞ്ഞിട്ടുണ്ട്, ആ കൈയും വെച്ച് ഇവിടെ ഹോസ്റ്റലിൽ വന്നു. ഞങ്ങളുടെ RTI ആയിരുന്ന സന്ധ്യ മിസ് നോക്കിക്കൊണ്ട് നിൽക്കല്ലാതെ ആ കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവേ ആ കുട്ടീനെയും കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയല്ല. ഇപ്പം പോവല്ലേ നിൽക്ക് മേട്ടനമ്മ വരാനുണ്ട് പറഞ്ഞ് ആ ഒരു കാര്യം ഇവിടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് മിസ് പോയില്ല എന്ന് ചോദിച്ചു. ആ ഒരൊറ്റ കാരണത്തിൽ ഞാൻ ഇത്രയും നാളായിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് 2 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് പേരൻസ് മീറ്റിംഗ് ആണ്, നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വിളിച്ച് പറയേണ്ട ആവശ്യം എന്താ? VS സഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS സഞ്ജിത്ത്, ഇടക്കാലത്ത് കേട്ടിട്ടില്ലായിരുന്നു ഈ ഹോസ്റ്റൽ കർഫ്യൂ. ഇവിടെ ഒരു ഹോസ്റ്റൽ കർഫ്യൂ ഉണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ? ഈ 5 മണിക്കൊക്കെ പുലർച്ചെ എത്തുന്ന പെൺകുട്ടികളോട് ഹോസ്റ്റലിനുള്ളിൽ കയറാതെ പുറത്തു പോകാനൊക്കെ പറയുമ്പോൾ അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ലേ? ഇത്ര ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പാടുണ്ടോ VS സഞ്ജിത്ത്? തീർച്ചയായിട്ടും കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ കുട്ടികൾ സമരരംഗത്താണ്. ഇന്നലെയും സമരമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടെ നാളെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളതാണ് പ്രിൻസിപ്പൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കുട്ടികൾ പരാതി കൊടുത്തിരുന്നു. മന്ത്രിക്ക് കോളേജിന്റെ ഭാഗത്ത് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ പറയുന്നത് 15-ാം തീയതി രാത്രി 12 മണിക്കാണ് യൂണിവേഴ്സിറ്റി റഗ്ബി ടീമിൽപ്പെട്ട കുട്ടികൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ആ കുട്ടികളുടെ പരാതി അനുസരിച്ച് 12 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടന്നോളൂ, രാവിലെ എത്തിയാൽ മതി എന്ന് ഹോസ്റ്റൽ ചുമതലയുള്ള അധ്യാപിക പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ കോളേജ് പ്രിൻസിപ്പൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ റിപ്പോർട്ടിൽ പറയുന്നത് അത് ആ കുട്ടികളുടെ കോച്ച് നിർബന്ധിച്ച പ്രകാരം, ആ കുട്ടികളുടെ കോച്ച് നിർദ്ദേശിച്ച പ്രകാരം അവർ റെയിൽവേ സ്റ്റേഷനിൽ തുടരുകയായിരുന്നു. അധ്യാപിക ആ രീതിയിൽ നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികൾ തുടർന്ന് ഈ അധ്യാപികക്കെതിരെ മറ്റു പരാതികൾ പറഞ്ഞു. അതായത് കുട്ടികളെ മോശം രീതിയിൽ ചിത്രീകരിച്ചു, കുട്ടികൾക്ക് ദുർനടപ്പാണ് എന്ന രീതിയിൽ ആക്ഷേപിച്ചു. അത്തരത്തിലുള്ള പരാതികൾ ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ കോളേജ് പ്രിൻസിപ്പൽ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതാണ് കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ അധ്യാപിക മാപ്പ് പറയണം, അധ്യാപികയെ ഈ ട്യൂട്ടർ ചുമതലയിൽ നിന്ന്, റെസിഡന്റ് ട്യൂട്ടർ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ തന്നെ ഈ സമരരംഗത്തുണ്ട്. കോളേജ് വിദ്യാർത്ഥി ഐക്യമാണ് സമരം, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സമരം നടത്തുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളും സമരരംഗത്താണ്. എന്നാൽ ഈ റെസിഡന്റ് ട്യൂട്ടർ മാറ്റാനോ ഈ അധ്യാപിക മാപ്പ് പറയാനോ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. ഏതായാലും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ബുധനാഴ്ച വൈകിട്ട് കൊടുക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ നാളെ വൈകിട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പ്രിൻസിപ്പൽ. എന്നാൽ സമരവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, എന്തായാലും അതിൽ ന്യായമായ കാര്യം തീരുമാനമെടുക്കട്ടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും. പലപ്പോഴും ഹോസ്റ്റൽ കർഫ്യൂക്ക് ഈ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളും ഒക്കെ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ ഈ കർഫ്യൂ പലപ്പോഴും വിദ്യാർത്ഥികളുടെ താല്പര്യത്തിനെതിരാണ്. അവർക്കൊക്കെ വൈകി എത്തുന്ന സമയത്ത് അവരെ ആ ഹോസ്റ്റൽ പ്രവേശിപ്പിച്ചാൽ എന്താ ബുദ്ധിമുട്ട്? ഈ വിദ്യാർത്ഥികൾ പറയുന്നതാണ് ശരിയെങ്കിൽ തീർച്ചയായിട്ടും നടപടി വേണ്ടിവരും. ഇനി അതല്ല അധ്യാപിക പറയുന്നത് പോലെയാണെങ്കിൽ അത് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. പക്ഷേ വിദ്യാർത്ഥികളാണ് അവരെ സ്വഭാവദൂഷ്യമൊക്കെ ആരോപിച്ച് ഇക്കാര്യത്തിൽ പ്രതിരോധിക്കാമെന്ന് ആരും കരുതുകയും ചെയ്യരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. VS സഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.